പൂപ്പാറ പന്നിയാർ പുഴയിൽ വീണ്ടും വ്യാപക കയ്യേറ്റം. പുഴ പുറമ്പോക്ക് വെട്ടിത്തെളിച്ച് കയ്യേറി. പുഴയോരത്ത് നിന്നിരുന്ന വൻമരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചുമാറ്റി. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് കയ്യേറ്റ നടപടികൾ നിർത്തിവെച്ചു. സമീപത്ത് ഡ്രയർ നടത്തുന്ന തെക്കേക്കര ഗൗരിയാണ് പുഴ കയ്യേറിയത്. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഇതുവരെ 40ഓളം പേർക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകി. പഞ്ചായത്തിന്റെ നോട്ടീസ് അവഗണിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പുഴപ്പുറമ്പോക്ക് കയ്യേറി വെട്ടിത്തെളിച്ചത്. പന്നിയാർപ്പുഴയുടെ മധ്യഭാഗത്തായിട്ടാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. പുഴയിൽ നിന്നിരുന്ന മരവും മുറിച്ചു കടത്തുവാൻ ശ്രമിച്ചു. പുഴ കയ്യേറി മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടുന്നതിനിടയിലാണ് കയ്യേറ്റം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കയ്യേറ്റ നടപടികൾ നിർത്തിവെപ്പിച്ചു. പൂപ്പാറയിൽ വ്യാപകമായിട്ടാണ് പന്നിയാർപ്പുഴ കയ്യേറിയിരിക്കുന്നത്. ഇതിനെതിരെ പഞ്ചായത്തും റവന്യൂ വകുപ്പും മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ പന്നിയാർപ്പുഴയിലെ ജലം താഴെയുള്ള 2-3 പഞ്ചായത്തുകളിലെ 100 കണക്കിന് ആളുകൾ കുടിക്കുവാനും കുളിക്കുവാനും ഉപയോഗിക്കുന്ന വെള്ളം കൂടിയാണ്. അപ്പോൾ ഈ വെള്ളം അത്തരത്തിൽ മലിനമാകുന്ന രീതിയിൽ പൂപ്പാറ ടൗണിൽ നിന്നുള്ള ഇറച്ചിക്കടയിലെ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ മീൻകടയിലെ മാലിന്യങ്ങൾ, ഇതെല്ലാം ഈ പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരെ ശക്തമായ നടപടിയും ഇനിയുമെങ്കിലും കയ്യേറ്റം ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ ഒരു നടപടിയും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശാന്തമ്പാറ, രാജകുമാരി, സേനാപതി, രാജാക്കാട് ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള സ്രോതസ് കൂടിയാണ് പന്നിയാർപ്പുഴ. ക്രിസ്തുമസ്, ന്യൂ ഇയർ അവധി കഴിഞ്ഞ ഉദ്യോഗസ്ഥർ എത്തുന്നതോടെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.